ഇതിലെ സെക്കൻഡ് പാർട്ടിൽ എടുത്തിട്ടുള്ളത് ഒന്ന് എന്തിനാണ് നമ്മൾ രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നത് എന്നുള്ളതും ദെൻ അതിൽ നമ്മൾ പഠിക്കേണ്ടേ എന്തിനാണ് മൈക്ക് ഓഫ് ചെയ്യണേ ഓക്കെ തുടങ്ങാം. എന്തിനാണ് രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നത് എന്നുള്ളതായിരുന്നു ഫസ്റ്റത്തെ ചാപ്റ്റർ. ദെൻ രണ്ടാമത്തത് നമ്മൾ അവകാശങ്ങളെക്കുറിച്ച് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഓക്കെ ലിബർട്ടിയെക്കുറിച്ച് പറഞ്ഞു, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു, അത് ഹാനി തത്വം ഇതൊക്കെ അതിലായിരുന്നു. ദെൻ മൂന്നാമത്തെ സമത്വം. ദെൻ നാലാമത്തെ പാഠമാണ് സാമൂഹ്യനീതി, സോഷ്യൽ ജസ്റ്റിസ്. ഈ പാഠമാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് നാളെ രാവിലെ ഹിസ്റ്ററി എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു പാഠം എടുക്കാം എന്ന് കരുതിയിട്ടാണ് ഈ ഒരു പാഠം ഇന്ന് രാത്രി തന്നെ നമുക്ക് തീർക്കേണ്ടതായിട്ടുണ്ട്. ചെറിയൊരു പാഠമാണ്. അപ്പം നീതി എന്നുള്ളത് നീതി എന്നുള്ളത് ഇക്വാളിറ്റി എന്നുള്ളത് നമ്മൾ പലതവണ കേട്ട് പരിചയിച്ച ടേമാണ് ഇക്വാളിറ്റി എന്നുള്ളത്. അപ്പോൾ എന്താണ് നീതി, എന്താണ് സാമൂഹ്യനീതി, ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ദെൻ എന്തൊക്കെയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ദെൻ നീതിയുടെ വിവിധ തലങ്ങൾ ഏതൊക്കെ, നീതിയുടെ വിവിധ തത്വങ്ങൾ എന്തൊക്കെ എന്നൊക്കെയാണ് ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒന്ന്, നീതിയുടെ 3 സങ്കല്പങ്ങളെക്കുറിച്ച് എഴുതാനാണ്. നീതിയുടെ 3 സങ്കല്പങ്ങളെക്കുറിച്ചാണ് ഈ പാഠത്തു നിന്ന് ചോദ്യം വരിക. ഇത് തന്നെയാണ് ഇതിലെ എല്ലാ വർഷവും ചോദ്യം വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ഉണർത്താൻ പറയുന്നത്, ഇന്നലെ പ്രീവിയസ് ഇയർ സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് റെഗുലർ വിദ്യാർത്ഥികളുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആരോ ഷെയർ ചെയ്തിരുന്നു. അത് റെഗുലർ വിദ്യാർത്ഥികളുടേതാണ്, തുല്യത ഇല്ല എങ്കിലും അത് നിങ്ങൾക്ക് പഠിക്കാൻ യൂസ് ചെയ്യാം. ഓക്കെ, തുല്യതയുടെ അതിന് മുകളിലായിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും ഷെയർ ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് തുല്യതയുടെയും അതുപോലെ തന്നെ റെഗുലർ വിദ്യാർത്ഥികളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഈ പാഠത്തിൽ ചോദിക്കുന്ന ചോദ്യം നീതിയുടെ 3 സങ്കല്പങ്ങളെക്കുറിച്ച് എഴുതാനാണ്. പിന്നെ അതേപോലെ തന്നെ ജോൺ റോൾസിൻ്റെ നീതി സിദ്ധാന്തം. ഈ 2 കാര്യം മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത്. നീതിയെക്കുറിച്ച് കഥകളായിട്ടും വിവരണങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒരു തവണ വായിച്ചാൽ മതി, ഒറ്റ തവണ വായിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ ഇതിൽ പറയുന്ന പോയിൻറ്റ്സ് മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഇതിൽ എഴുതാൻ പറ്റും. അപ്പോൾ എന്താണ് നീതി എന്നുള്ളത് നമുക്കറിയാം. നീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വ്യക്തിക്കും കിട്ടേണ്ടത് ലഭ്യമാക്കുകയും തുല്യ പരിഗണന ലഭ്യമാക്കുകയും ചെയ്യണമെന്നാണ് നീതി ആവശ്യപ്പെടുന്നത്. എല്ലാ വ്യക്തികളും നീതി എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് നീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ എന്ന്. നമ്മുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പുന്നു, മക്കൾ എല്ലാ മക്കളും നമ്മുടെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നു. ഒരു 3 മക്കളുള്ള ഒരു ഫാമിലി ആണെങ്കിൽ നമ്മൾ വീട്ടിൽ ചിക്കൻ ഫ്രൈ ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? നീതി എന്നുള്ളത് എല്ലാവർക്കും 2 പീസ് വീതം എന്ത് ചെയ്യണം കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ മക്കൾക്കും 2 പീസ് വീതം എന്ത് ചെയ്യുക കൊടുക്കുക. അത് നീതിയാണ്. അതാണ് നീതി എന്ന് പറയുന്നത് അല്ലേ. അതല്ലാതെ നിങ്ങൾ നിങ്ങളുടെ മകന് കൂടുതൽ വാത്സല്യമുള്ള മകന് 2 പീസും അല്ലെങ്കിൽ മകൾക്ക് 2 പീസും ബാക്കിയുള്ളവർക്ക് ഓരോ പീസും കൊടുക്കുന്നത് അനീതിയാണ്. അപ്പം നീതി എന്നുള്ളത് എല്ലാവർക്കും കിട്ടേണ്ടത് ലഭ്യമാക്കുക, അതുപോലെ തന്നെ തുല്യ പരിഗണന ലഭ്യമാക്കുകയും ചെയ്യണമെന്നാണ് നീതി പറയുന്നത്. അവർക്ക് ന്യായമായിട്ടും ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യം ലഭിക്കാൻ അവർക്ക് എല്ലാവർക്കും ലഭ്യമാക്കേണ്ടത് ന്യായമായിട്ടും അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് നീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അത് വ്യക്തികളുടെ അവകാശങ്ങളോടൊപ്പം സാമൂഹ്യമായിട്ടുള്ള അവകാശങ്ങളെയും പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകുന്ന ആശയമാണ് സാമൂഹ്യനീതി. അപ്പോൾ നീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എങ്ങനെയാണോ പരിഗണിക്കപ്പെടുന്നത് അതുപോലെ കൊടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരാൾക്ക് കിട്ടേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അയാൾക്ക് ലഭ്യമാവേണ്ടത്, അത് എന്താവട്ടെ, അയാൾക്ക് ജീവിക്കാനോ അല്ലെങ്കിൽ അയാൾക്ക് നിലനിൽക്കാൻ, ഈ സമൂഹത്തിൽ നിലനിൽക്കാൻ വേണ്ട കാര്യങ്ങൾ എന്താണ് അയാൾക്ക് ലഭ്യമാക്കേണ്ടത്, അത് എങ്ങനെയാണ് എല്ലാവർക്കും ലഭിക്കേണ്ടത് അതുപോലെ ലഭിക്കേണ്ട അവകാശം ഉണ്ട്. അതാണ് നീതി എന്ന് പറയുന്നത്. വ്യക്തിയുടെ അവകാശങ്ങളോടൊപ്പം, അപ്പോൾ നീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തുല്യമായിട്ട് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതേപോലെ സാമൂഹ്യ നീതി എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ അവകാശങ്ങളോടൊപ്പം
സമൂഹത്തിൻ്റെ അവകാശങ്ങളും പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകുന്ന ആശയമാണ് സാമൂഹ്യനീതി. എന്താണ് സാമൂഹ്യനീതി എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. വ്യക്തിയുടെ അവകാശങ്ങളോടൊപ്പം സാമൂഹ്യമായിട്ടുള്ള അവകാശങ്ങളെയും പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകണമെന്ന ആശയമാണ് സാമൂഹ്യനീതി. എന്താണ് സാമൂഹ്യനീതി എന്നുള്ളത് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇത് മാത്രം എഴുതിയാൽ മതി. വ്യക്തിയുടെ അവകാശങ്ങളോടൊപ്പം സാമൂഹ്യ അവകാശങ്ങളും പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകണം എന്നുള്ള ആശയത്തെയാണ് നമ്മൾ സാമൂഹ്യനീതി എന്ന് പറയുന്നത്. നീതിയുടെ 3 തത്വങ്ങളെ, 3 തലങ്ങളെ, 3 ഡയമെൻഷൻസ് ഓഫ് ഇക്വാളിറ്റി എന്നുള്ളത് ചോദിക്കും. അതായത് നീതിയുടെ 3 തത്വങ്ങൾ അല്ലെങ്കിൽ നീതിയുടെ 3 തലങ്ങൾ, ഇത് ചോദ്യം വരുന്നതാണ്. 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. 3 തലങ്ങൾ എന്നായിരിക്കാം ചോദിക്കാം, 3 തത്വങ്ങളായിരിക്കാം. ദെൻ എന്താണ് തുല്യരോട് തുല്യ പരിഗണന? ആദ്യം നമ്മൾ പഠിക്കേണ്ടത് തുല്യരോട് തുല്യ പരിഗണന. ഈ ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ജെർമി ബെന്താമാണ്. ജെർമി ബെന്താം എന്നുള്ള ആളാണ് ഈ ആശയത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ളത്. എല്ലാവരെയും തുല്യരായിട്ട് എന്ത് ചെയ്യാം? തുല്യരായിട്ട് പരിഗണിക്കുക എന്നാണ്. തുല്യരോട് തുല്യ പരിഗണന. എല്ലാവരും തുല്യരാണ്, അവരെങ്കിൽ അവർക്ക് തുല്യമായിട്ടുള്ള പരിഗണന കൊടുക്കുക എന്നാണ്. എല്ലാം എല്ലാവർക്കും തുല്യമായിട്ട് പങ്കിട്ട് കൊടുത്ത് നീതി കൈവരിക്കുക എന്നാണ് ഈ തത്വത്തിൻ്റെ ആശയം അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷ്യം. നമ്മൾ തുല്യരോട് തുല്യ പരിഗണന ഒരു യോഗ്യതയനുസരിച്ച് ഒരു പരീക്ഷ നടത്തുന്നു. ഒരു യോഗ്യതയനുസരിച്ച് ഒരു പരീക്ഷ നടത്തുന്നു. നമ്മൾ പറയും PSC പരീക്ഷ നടത്തുന്ന സമയത്ത് തുല്യരോട് തുല്യ പരിഗണന എന്ന് പറയുമ്പോൾ ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെവൽ PSC പരീക്ഷ എന്ന് പറഞ്ഞാൽ ഡിഗ്രി യോഗ്യതയുള്ള എല്ലാവർക്കും ആ പരീക്ഷയാണ്. ഓക്കെ, അവർക്ക് മാത്രമേ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് എല്ലാവർക്കും ഒരേ പരീക്ഷയാണ് നടത്തുന്നത്. അപ്പോൾ അവരെല്ലാവരും തുല്യരാണ്. ഡിഗ്രി എന്നുള്ളത് എല്ലാവർക്കും ഉണ്ട്, ഡിഗ്രി യോഗ്യത എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരേ പരീക്ഷയാണ് നടത്തുന്നത്. അങ്ങനെ നമുക്ക് സമൂഹത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയും. തുല്യരോട് തുല്യ പരിഗണന എന്നുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഈ ഒരു തത്വം എന്നുള്ളത്. സമൂഹത്തിലെ എല്ലാവരെയും തുല്യരായിട്ട് പരിഗണിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, എല്ലാവർക്കും തുല്യമായിട്ട് പങ്കിട്ട് കൊടുത്ത് നീതി കൈവരിക്കുക എന്നുള്ളതാണ് ഈ തത്വത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. എല്ലാവർക്കും ഒന്നുപോലെ, ആർക്കും കൂടുതലാവാതെ എന്നുള്ളതാണ് ഈ തത്വത്തിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ, തുല്യരല്ലാത്തവരെയും തുല്യരായിട്ട് പരിഗണിക്കപ്പെടുമെന്നുള്ളതാണ്. അതിന് ഞാൻ ഒരു ചിത്രം കാണിച്ചു തരാം. ഞാൻ ഒരു ചിത്രം കാണിച്ചിട്ട് നിങ്ങൾക്ക് നെറ്റിലൊക്കെ അവൈലബിൾ ആവുന്ന ചിത്രമാണ്. നിങ്ങൾ തുല്യരോട് തുല്യ പരിഗണന എന്ന് പറയുന്ന സമയത്ത് ഓക്കെ, എല്ലാവർക്കും നിങ്ങൾ ഇപ്പോൾ ഒരു ചിത്രം കാണുന്നുണ്ട്. എല്ലാവർക്കും ഒരുപോലെ എന്ത് ചെയ്യുന്നു? ഒരു ഹൈറ്റ് ഇട്ട് കൊടുക്കുന്നു എന്നുള്ള. ഓക്കെ, എല്ലാവർക്കും ഒരുപോലെ തന്നെ ഒരു സ്റ്റെപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് എല്ലാവരെയും എന്ത് ചെയ്യുന്നില്ല, ഒരുപോലെ കാണാനുള്ള ഒരു ഇതിനെയാണ് നമ്മളെന്ത് ഫസ്റ്റത്തെ ജെർമി ബെന്താമിൻ്റെ ആദ്യ തത്വം പറയുന്നത്. സമൂഹത്തിലെ എല്ലാവർക്കും ഒന്നുപോലെ, ആർക്കും ഒന്നും കൂടുതലാവാതെ തുല്യരല്ലാത്തവരെയും തുല്യരായി പരിഗണിക്കും എന്നാണ് ഇതിലെ ന്യൂനത. അപ്പോൾ ഇതിൻ്റെ ന്യൂനത തുല്യരോട് തുല്യ പരിഗണന എന്ന് പറയുന്നത് പോലെ സമൂഹത്തിലെ എല്ലാവരും ഈ സമൂഹത്തിലെ വക്താക്കളാണ്, അല്ലെങ്കിൽ സമൂഹത്തിലെ ആൾക്കാരാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് മാത്രമേ അവകാശമുള്ളൂ, അതുപോലെ ഒന്ന് മാത്രമേ കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് തുല്യരോട് തുല്യ പരിഗണന. ഇത് തുല്യരല്ലാത്തവരെയും നോക്ക്, ഇത് തുല്യരല്ല, ഹൈറ്റിൽ തുല്യരല്ലല്ലോ. തുല്യരല്ലാത്തവരെയും തുല്യരായിട്ട് കണക്കാക്കുന്ന രീതിയാണ് തുല്യരോട് തുല്യ പരിഗണന എന്നുള്ള. എല്ലാവർക്കും സമൂഹത്തിലുള്ള ആൾക്കാരാണോ അവർക്കെല്ലാവർക്കും ഓരോന്ന് എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് ആർക്കാണ് ശരിക്കും അല്ലേ ഈ ഫസ്റ്റ് 2 ആൾക്കാർക്ക്, 2 ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നില്ല, അവർക്ക് യഥാർത്ഥത്തിൽ അപ്പുറത്ത് എന്താണ് നടക്കുന്നത് എന്ന് കാണാനുള്ള ഒരു അവസരമില്ല എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അപ്പോൾ തുല്യരോട് തുല്യ പരിഗണനയുടെ ന്യൂനതയുണ്ട്. അതായത് എല്ലാവർക്കും ഒന്നുപോലെ, ആർക്കും ഒന്നും കൂടുതലാവാതെ തുല്യരല്ലാത്തവരെയും തുല്യരായി പരിഗണിക്കപ്പെടുമെന്നാണ് ഇതിൻ്റെ ന്യൂനത. ഇനി രണ്ടാമത്തെ ആശയം അരിസ്റ്റോട്ടിലിൻ്റെ ആശയമാണ്. അരിസ്റ്റോട്ടിലാണ് ഈ ആശയത്തിന് ആനുപാതിക നീതി എന്നുള്ളതാണ്.
ചില ഘട്ടങ്ങളിൽ എല്ലാവരെയും തുല്യരായി കണക്കാക്കുന്നത് അനീതിയാണ്. നമ്മുടെ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഓക്കെ, നമ്മുടെ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഓക്കെ, ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ രണ്ടാമത്തെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. ഓക്കെ, നമ്മൾ തുല്യരായിട്ട് കാണുന്നത് ചില സമയങ്ങളിൽ അനീതിയാണ്. ഇതാണ് ആനുപാതികമായിട്ടുള്ള പരിഗണന എന്നുള്ളത്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ ഈ രണ്ട് ചിത്രം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഹൈറ്റ് അല്ലേ, ഇവിടെ ഹൈറ്റിൻ്റെ ആവശ്യമില്ല ഈ ഒരു വ്യക്തിക്ക് പുറത്തേക്കുള്ള കാഴ്ച കാണാൻ. അപ്പോൾ അവരുടേത് എന്ത് ചെയ്യുന്നു, മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ഇത് ആനുപാതികമായിട്ട് പരിഗണിക്കുകയാണ്. ഇതാണ് ആനുപാതിക നീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ തത്വം അരിസ്റ്റോട്ടിലിൻ്റെ തത്വമാണ്, അതായത് ആനുപാതിക നീതി എന്നുള്ളത്. ചില ഘട്ടങ്ങളിൽ എല്ലാവരെയും തുല്യരായിട്ട് കണക്കാക്കുന്നത് അനീതിയാണ്. നമ്മൾ നേരത്തെ കണ്ട ആ പിക്ചറിൽ ഇത് അനീതിയാണ് അല്ലേ, ഇത് അനീതിയാണ്. ഈ ഫസ്റ്റത്തെ ചിത്രം എന്നുള്ളത് അനീതിയാണ്. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് കൊടുത്തത് കൊണ്ടേ, അവർക്ക് അവസരം കൊടുത്തത് കൊണ്ടേ, അവരുടെ അവകാശം കൊടുത്തത് കൊണ്ട് കാര്യമായിട്ടുള്ള മെച്ചം അവർക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം അവർക്കില്ല എന്നുള്ളതാണ്. അപ്പം ആ സമയത്ത് ഇത്തരത്തിലുള്ള കാര്യം കൊടുക്കുന്നത് അതെന്താണ്, അത് അനീതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ നമ്മൾ ആനുപാതികമായിട്ടുള്ള നീതിയിൽ തുല്യരല്ലാത്തവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകമായിട്ട് പരിഗണന കൊടുക്കുന്നുണ്ട്. തുല്യരല്ലാത്തവർക്ക് പരിഗണന കൊടുക്കുന്നുണ്ട്. നമ്മൾ കണ്ടു, ഏറ്റവും ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഒരാൾക്ക് അല്ലേ, ഏറ്റവും ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ആൾക്ക്, അവൾക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പരിഗണന കൊടുത്തു. ഇവളുടേത് എടുത്തിട്ട് ഇവിടേക്ക് കൊടുത്തു. ഇതൊരു പരിഗണനയാണ്. ഇതിനെയാണ് ആനുപാതിക നീതി എന്ന് പറയുന്നത്. അപ്പം തുല്യരോട് തുല്യ പരിഗണന എന്ന് പറയുന്നതിനേക്കാളും ഒന്നും കൂടി ബൃഹത്തായിട്ടുള്ള നല്ലൊരു സങ്കല്പമാണ് ആനുപാതിക നീതി എന്നുള്ളത്. ചില ഘട്ടങ്ങളിലെ എല്ലാവരെയും തുല്യരായി കണക്കാക്കുന്നത് അനീതിയാണ്. തുല്യർക്ക് തുല്യരും തുല്യരല്ലാത്തവർക്ക് തുല്യമായിട്ടുള്ള പങ്ക് നൽകുക എന്നുള്ളതാണ് ആനുപാതിക നീതി സങ്കല്പം. ഒരാളിൻ്റെ യോഗ്യത, സമൂഹത്തിൽ അയാൾ നൽകുന്ന സംഭാവനകൾ എന്നിവക്ക് ആനുപാതികമായിട്ട് എന്ത് ചെയ്യാം, നീതി ലഭ്യമാക്കുക. ഇതിൻ്റെ അർത്ഥം തുല്യരെ തുല്യരായിട്ടും തുല്യരല്ലാത്തവരായിട്ടും കണക്കാക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഈ ഇത്തരത്തിലുള്ള സങ്കല്പമാണ് നമ്മുടെ സോഷ്യൽ ജസ്റ്റിസിൽ അല്ലെങ്കിൽ ആനുപാതികമായിട്ടുള്ള നീതിയിൽ നമ്മൾ കൊടുക്കപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ആവശ്യമാണ് പ്രത്യേക ആവശ്യങ്ങൾ. ഓക്കെ, അതായത് നമ്മൾ സമൂഹത്തിൽ പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ സങ്കല്പം, മൂന്നാമത്തെ തലം. നീതിയുടെ മൂന്നാമത്തെ തലം. പ്രതിഫലവും ചുമതലകളും പങ്കുവെക്കുമ്പോൾ ജനങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ കൂടി കണക്കിലെടുക്കുന്നുണ്ട്. പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുണ്ട്, സമൂഹത്തിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുണ്ട്. ആവശ്യതരായിട്ടുള്ള ആൾക്കാർ, പ്രായമായിട്ടുള്ളവർ, അതുപോലെ തന്നെ പ്രത്യേകം സഹായം അർഹിക്കുന്നവരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഈ ശാരീരിക അവശത, പ്രായം, ആരോഗ്യ പരിരക്ഷ, പിന്നോക്കാവസ്ഥ തുടങ്ങിയ പ്രത്യേക ആവശ്യങ്ങൾ ലഭ്യമാക്കേണ്ട സാഹചര്യം കൂടി പരിഗണിച്ച് നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഒരു വലിയൊരു ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് പഞ്ചായത്തുകളിൽ നിന്ന് ഒരു ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണമെങ്കിൽ ഒരു 3 നില ബിൽഡിങ്ങോ 2 നിലയ്ക്ക് മുകളിലുള്ള ബിൽഡിംഗ് ആണെങ്കിൽ റാമ്പ് സൗകര്യം അറിയാം. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ആ വീൽ ചെയറൊക്കെ ഉന്തിത്തള്ളി കൊണ്ടുപോകാൻ പറ്റുന്ന റാമ്പ് നിർബന്ധമാണ് എന്നുള്ളതാണ്. അപ്പോൾ പൊതു ബിൽഡിങ്ങിൽ നിർബന്ധമായിട്ടും അതൊരു പ്രത്യേക ആവശ്യം അംഗീകരിക്കലാണ് അല്ലേ, പ്രത്യേക ആവശ്യം അംഗീകരിക്കലാണ്. ഹോസ്പിറ്റലായിക്കോട്ടെ, ദെൻ ബാങ്ക് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഈ കെട്ടിടങ്ങളിലൊക്കെ നിർബന്ധമായിട്ട് ATM കൗണ്ടറിൽ നിർബന്ധമായിട്ടും പുതിയ നിയമം വന്നിട്ട് 3 വർഷം മുമ്പ് വന്നാണ്, ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. ATM കൗണ്ടറുകളിൽ അല്ലെ ബാങ്കുകളിൽ ATM കൗണ്ടറുകളിലൊക്കെ എന്താണ് റാമ്പ് ഫെസിലിറ്റീസ് കൊടുക്കണമെന്നുള്ളത് നിർബന്ധമാക്കിയിരുന്നു. അപ്പോൾ ഇത് പ്രത്യേക ആവശ്യം അംഗീകരിക്കലാണ്.
പ്രായം, അവശത, ആരോഗ്യ പരിരക്ഷ, പിന്നോക്കാവസ്ഥ തുടങ്ങിയ പ്രത്യേക ആവശ്യങ്ങൾ ലഭ്യമാക്കേണ്ട സാഹചര്യം. നമ്മളറിയാം 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നു. ഇത് പ്രത്യേക ആവശ്യം അംഗീകരിക്കലാണ്. ഇന്ത്യയിലെ പൗരന്മാരെല്ലാവരും തുല്യരാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന പ്രത്യേക ആവശ്യം അംഗീകരിക്കുകയാണ്. 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പൗരന്മാരെല്ലാവരും തുല്യരല്ലേ? അല്ല. അപ്പോൾ ഇവർക്ക് ഒരു പ്രത്യേക ആവശ്യം അംഗീകരിക്കണം. അവരുടെ മരുന്ന്, അവർക്ക് വേണ്ട പോഷകാഹാരങ്ങളുടെ ലഭ്യത, ഇതൊക്കെ വേണ്ടിയിട്ട് അവരുടെ പ്രത്യേക ആവശ്യം അംഗീകരിക്കുന്നതാണ് ഈ ഒരു നടപടി. അപ്പോൾ നീതിയുടെ 3 തലങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് തുല്യരോട് തുല്യ പരിഗണന, എല്ലാവർക്കും തുല്യമായിട്ട് നൽകുക എന്നാണ്. ഇതിന് ഒരു പ്രശ്നമുണ്ട്, എല്ലാവരെയും ഒരുപോലെ കണക്കാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രത്യേക ആവശ്യങ്ങളോ ആനുപാതിക നീതിയോ ഒന്നുമില്ല. അപ്പോൾ തുല്യരോട് തുല്യ പരിഗണന എന്നുള്ളത് എല്ലാവർക്കും ഒന്നുപോലെ എന്നുള്ളൊരു ആശയമാണ്. എല്ലാവർക്കും ഒരുപോലെ, ആർക്കും ഒന്നും കൂടുതലാവാതെ തുല്യരോട് തുല്യ പരിഗണന. എല്ലാവരും ഇന്ത്യക്കാരാണ്, എല്ലാവർക്കും ഒരുപോലെ. അപ്പോൾ എല്ലാവർക്കും ഒന്നുപോലെ എന്നുള്ളത് ആർക്കും ഒന്നുപോലെ അല്ല, ആർക്കും ഒന്നുപോലും കൂടാതെ എന്നുള്ളതാണ് തുല്യരോട് തുല്യ പരിഗണന. ആനുപാതിക നീതി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നത് അത് അനീതിയാണെന്ന് തിരിച്ചറിയുന്നതാണ് ആനുപാതിക നീതി. അതായത് തുല്യരല്ലാത്തവർക്ക് അവർക്ക് എന്ത് കൊടുക്കും? മറ്റുള്ളവരിൽ നിന്ന് എടുത്ത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ടാക്സൊക്കെ ഉണ്ട്, ഇൻകം ടാക്സുകളുണ്ട്. നിശ്ചിത വരുമാനത്തിന് മുകളിലുള്ള ആൾക്കാരിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകം ടാക്സ് പിടിക്കുന്നു. 10 ലക്ഷത്തിന് മുകളിലൊക്കെ വാർഷിക വരുമാനം ഉള്ളവരിൽ നിന്ന് ടാക്സ് പിടിക്കുന്നുണ്ട്. ആ ടാക്സ് പിടിച്ചിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? അത് നമ്മുടെ സമൂഹത്തിലെ അവശത അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കൊക്കെ അതിൻ്റെ ഒരു ബെനഫിറ്റ് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തുല്യർക്ക് തുല്യവും തുല്യരല്ലാത്തവർക്ക് തുല്യരല്ലാത്തതുമായിട്ടുള്ള പങ്ക് നൽകുക എന്നുള്ളതാണ് ആനുപാതിക നീതി എന്നുള്ളത്. അത് നമ്മൾ ആ ഫോട്ടോ കണ്ടു. പ്രത്യേക ആവശ്യം എന്നുള്ളത് സമൂഹത്തിലെ പരിഗണന ആവശ്യമുള്ള അർഹിക്കുന്ന ധാരാളം പേരുണ്ട്. അത് ശാരീരിക അവശതകൾ നേരിടുന്നവർ, പ്രായാധിക്യമുള്ളവർ, ആരോഗ്യ പരിരക്ഷ ആവശ്യമുള്ളവർ, അതുപോലെ തന്നെ പിന്നോക്കാവസ്ഥ, ഇവർക്കൊക്കെ പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ നാട്ടിൽ നമ്മൾ റിസർവേഷൻ പറയുന്നുണ്ട് അല്ലേ? റിസർവേഷൻ പറയുന്നുണ്ട്, ജോലിക്ക് സംവരണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇത് പ്രത്യേക ആവശ്യമാണ്. അവരുടെ പിന്നോക്കാവസ്ഥ കൊണ്ടാണ് അല്ലേ? ആ വിഭാഗത്തിൻ്റെ പിന്നോക്കാവസ്ഥ കാരണമാണ് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ജോലിയിലെ റിസർവേഷൻ. ജോലിയിലെ റിസർവേഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റിസർവേഷൻ, പ്രത്യേക സ്കോളർഷിപ്പ് കൊടുക്കുക, മൈനോറിറ്റി സ്കോളർഷിപ്പ് ഉണ്ട്, SC ST OBC, അതേപോലെ തന്നെ പിന്നോക്ക വിഭാഗക്കാർക്കൊക്കെ എന്തുണ്ട്? സ്കോളർഷിപ്പ് കൊടുക്കുക. ഇതൊക്കെ പ്രത്യേക ആവശ്യങ്ങൾ, അവരുടെ പിന്നോക്കാവസ്ഥ കണ്ടിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുപോകാൻ പ്രത്യേക ആവശ്യങ്ങളെ അംഗീകരിക്കുന്നതാണ് പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കാൻ. അപ്പോൾ ഇത് 3 ഓർത്തു വെക്കുക. നീതിയുടെ 3 തത്വങ്ങൾ: തുല്യരോട് തുല്യ പരിഗണന, ആനുപാതിക നീതി, പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത്. ഇതിൻ്റെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ജോൺസ് റൗൾസ് ആണ്. അദ്ദേഹത്തിൻ്റെ വെയിൽ ഓഫ് ഇഗ്നോറൻസ് ആ ഒരു തിയറിയാണ്. ഇത് 1 വേർഡ് ചോദിക്കും. വെയിൽ ഓഫ് ഇഗ്നോറൻസ് ആരുടെ തിയറിയാണ്? വെയിൽ ഓഫ് ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ അജ്ഞതയുടെ മൂടുപടം ആരുടേതാണ്? ഈ സാമൂഹ്യ ഘടനയിൽ നമുക്കറിയാം, നമ്മുടെ ഈ സാമൂഹ്യ ഘടനയിൽ ജനങ്ങൾ സ്വന്തം നേട്ടങ്ങൾക്കൊപ്പം പരിഗണിക്കുക ദുർബല വിഭാഗങ്ങളുടെ നന്മയും അവരുടെ പുരോഗതിക്കുമായിരിക്കുമെന്നാണ്. അപ്പോൾ ജനങ്ങൾ അവരവരുടെ കാര്യത്തിന് പ്രാധാന്യം നൽകുകയും തങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള വിധത്തിൽ ചിന്തിക്കുകയും അതോടൊപ്പം സമൂഹത്തിൽ നീതി നടപ്പിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിലവിൽ വരാൻ സാധ്യതയുള്ള ഒരു സമൂഹത്തിൽ ഓരോരുത്തരുടെയും സ്ഥാനവും പദവിയും എന്തായിരിക്കുമെന്ന കാര്യത്തിൽ അജ്ഞതയുള്ളതിനാൽ ഓരോ വ്യക്തിയും സ്വന്തം താല്പര്യങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും തീരുമാനമെടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം താല്പര്യമുള്ള ജനങ്ങൾ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ടാണ് പരിഗണിക്കുക. ദുർബല വിഭാഗങ്ങൾക്ക് മാന്യമായിട്ടുള്ള അവസരം നൽകുന്ന നിയമങ്ങൾക്ക് വേണ്ടിയായിരിക്കും. സിമ്പിളാണ്. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മളെല്ലാവരും ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കഴിയുന്നത് നമ്മുടെ പുരോഗതി, നമുക്ക്
സമൂഹത്തിൽ മെച്ചപ്പെട്ട ജോലി, വരുമാനം, ഇങ്ങനെയുള്ള സ്വന്തം നേട്ടങ്ങൾക്കൊപ്പം നമ്മൾ പരിഗണിക്കുക ദുർബല വിഭാഗമുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നന്നാവുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും ഒരുമിച്ച് നന്നാവും എന്നുള്ളൊരു ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കും ഒപ്പം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യത്തിന് പ്രാധാന്യം നൽകുകയും നമുക്ക് ഗുണകരമായിട്ടുള്ള വിധത്തിൽ ചിന്തിക്കുകയും അതോടൊപ്പം സമൂഹത്തിൽ നീതി നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നാണ് ജോൺസ് റൗൾസ് പറയപ്പെടുന്നത്. അതായത് നമ്മളെല്ലാവരും നമ്മുടെ കാര്യത്തിന്, സ്വന്തം കാര്യത്തിന് പ്രാധാന്യം നൽകും, അത് നമുക്ക് ഗുണകരമായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്നു എന്നാണ്. അതോടൊപ്പം സമൂഹത്തിൽ നീതി നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ചില സമയങ്ങളിലൊക്കെ ഇത് മാറ്റങ്ങൾ വരാം. നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള ചിന്താഗതിയുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ ഇപ്പം നമ്മുടെ വീട് നമ്മുടെ കുടുംബം എന്നുള്ള രീതിയിൽ പോകുന്ന സമയത്ത് അപ്പുറത്തുള്ള പാവപ്പെട്ടവനെ നമുക്കൊരു പരിഗണന ഇല്ലാതെയാവും എന്നുള്ളത് ഒരു ചിന്താഗതി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരുടെ കാര്യം ചിന്തിക്കുന്നില്ല. നമ്മുടെ വീട് വളച്ച് കെട്ടുക്കുന്ന സമയത്ത് മറ്റുള്ളവൻ്റെയും കൂടി അല്ലേ കയ്യൂക്കുള്ളവനാവുന്ന ആളാണെങ്കിൽ അവൻ്റെ കൂടി എന്ത് ചെയ്യാറുണ്ട്, നമ്മളതിലേക്ക് കൂട്ടിക്കെട്ടാറുണ്ട് എന്നുള്ളത് നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന വാർത്തകളാണ്. അന്യൻ്റെ ഭൂമി അല്ലേ, പാവപ്പെട്ടവൻ്റെ ഭൂമി തട്ടിയെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ എറണാകുളം ജില്ലയിലിപ്പോൾ നമുക്കറിയാം ഒരു സമരം നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്നതാണ്, വാർത്തകളൊക്കെ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ അതിൽ പറയപ്പെടുന്നത് സുപ്രീം കോടതി വരെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കയ്യേറിയിട്ടുണ്ട്, ആ കയ്യേറ്റം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി വരെ അനുകൂല നിലപാട് ആ പ്രൈവറ്റ് വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വിധി പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനോട് അവിടെ കുടിൽ കെട്ടി താമസിക്കുന്നവരെ ഒഴിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് ഗവൺമെൻറ് മാറിയ സമയത്ത് ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ എന്താണ് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ആരുടെ പക്ഷമാണ് നിൽക്കേണ്ടത്? ഗവൺമെൻറ് ഉത്തരവ്, അതായത് ഒരു കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് പാലിക്കലാണോ ഗവൺമെൻറ് നടപ്പിലാക്കേണ്ടത്? അതേ സമയത്ത് ഭൂരഹിതരായിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള കുടിയേറ്റക്കാർക്ക് ഒപ്പമാണോ ഗവൺമെൻറ് നിൽക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ഡിലേമ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനാണ് എന്നുള്ളതാണ് ഗവൺമെൻറ് എടുക്കേണ്ട ഏറ്റവും ആപ്റ്റായിട്ടുള്ള, ഏറ്റവും ഉത്തമമായിട്ടുള്ള നടപടി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എന്ത് ചെയ്യണം, അവരെ ഇറക്കി വിട്ടാലും കുടിയേറ്റം ഒഴിപ്പിച്ചാലും അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട് എന്നുള്ളതാണ് അതിൽ ഈ ഒരു നമ്മളുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചിന്തിക്കുന്ന ആൾക്കാർ അതിനെക്കുറിച്ച് പറയുന്ന ഒരു വിലയിരുത്തൽ. അതായത് ഇതേ ഒരു ഇതാണ്, നമ്മൾ മാത്രം വളർന്നാൽ പോരാ, നമ്മളുള്ള ചുറ്റുപാടിലുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യണം, സാമൂഹ്യ നീതി ലഭ്യമാവണം എന്നുള്ളതാണ്. അതായത് നിലവിൽ വരാൻ സാധ്യതയുള്ള ഒരു സമൂഹത്തിൽ ഓരോരുത്തരുടെയും സ്ഥാനവും പദവിയും എന്തായിരിക്കണമെന്ന കാര്യത്തിൽ അജ്ഞതയുള്ളതിനാൽ ഓരോ വ്യക്തിയും സ്വന്തം താല്പര്യങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും തീരുമാനമെടുക്കുക. ആയതിനാൽ സ്വന്തം താല്പര്യമുള്ള ജനങ്ങൾ സ്വന്തം നേട്ടത്തിന് വേണ്ടി പരിഗണിക്കുക. ദുർബല വിഭാഗങ്ങൾക്ക് മാന്യമായിട്ടുള്ള അവസരം നൽകുന്ന നിയമങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഭാവിയിൽ എന്താവും എന്നുള്ളത് നമുക്കറിയില്ല, അജ്ഞതയാണ്. എന്തായിരിക്കും നമ്മുടെ സ്ഥിതി അല്ലേ? നമ്മളിപ്പോൾ ഒരാളെ ദ്രോഹിക്കുന്ന സമയത്ത് ഭാവിയിൽ ഞാൻ എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങുന്ന സമയത്ത് ഒരാൾ നമ്മോട് കൈ നീട്ടും, ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ അയാൾക്ക് പൈസ എടുത്ത് കൊടുക്കുക, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പൈസ എടുത്ത് പോകും. കാരണം നമ്മൾ വിചാരിക്കില്ല എന്താ, കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, ഞാനും ഇതുപോലെ യാചിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്ത വരുന്ന സമയത്ത് ഭാവിയിൽ എന്താവുമെന്ന് നമുക്ക് അറിയില്ല. ആ ഒരു ചിന്ത വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരെയും കൂടി എന്ത് ചെയ്യും, സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ബസ്സിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് പ്രായമായിട്ടുള്ള ഒരാൾ വരുന്നു, ആ പ്രായമായിട്ടുള്ള ആൾ ബസ്സിൽ സീറ്റില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അയാൾക്ക് എണീറ്റ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അയാൾക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നത് ഞാനും ഒരു തവണ എന്തായിരിക്കും ഈ ഒരു അവസ്ഥയിലേക്കെത്തും. അവസ്ഥയിലെത്തുമ്പോൾ എൻ്റെ സ്ഥിതി എന്താവുമെന്ന് അറിയില്ല. ഇതാണ് അജ്ഞത. ഭാവിയിൽ ഞാൻ എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ അവസ്ഥയും ഇതുപോലെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അയാൾക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുക. ഭാവിയിൽ എന്നോടും ആൾക്കാർ ഇതുപോലെ കരുണ കാണിക്കും എന്നുള്ള ഒരു അജ്ഞതമായിട്ടുള്ളതാണ്.
ഇതാണ് ജോൺസ് റോൾസ് പറയുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ കാര്യങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും ചിന്തിക്കുക, തീരുമാനമെടുക്കുക. അതിൽ സ്വന്തം താല്പര്യമുള്ള ജനങ്ങൾ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് പരിഗണിക്കുക, നമ്മുടെ നേട്ടത്തിന് വേണ്ടിയിട്ട്. അതേസമയത്ത് നമ്മളെന്ത് ചെയ്യും, ദുർബല വിഭാഗത്തിനെ കൂടി എന്ത് ചെയ്യുന്നു, പരിഗണിക്കും, അവർക്ക് മാന്യമായിട്ടുള്ള അവസരങ്ങൾ നൽകുന്നു. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുക, അതിനനുസരിച്ചായിരിക്കും നമ്മൾ ജീവിക്കുക എന്നുള്ളത്. ഇതാണ് അജ്ഞതയുടെ. ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യും, നല്ലത് ചെയ്യും എന്നുള്ളതാണ് അജ്ഞതയുടെ മൂടുപടത്തിൽ ജോൺസ് റൗൾസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ പാഠത്തിൽ വരുന്നത്. ലേറ്റായിട്ട് ജോയിൻ ചെയ്തവരുണ്ട്. ദെൻ അജ്ഞതയുടെ 3 ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻ, ദ തിയറി ഓഫ് വെയിൽ ഓഫ് ഇഗ്നറൻസ് ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ്, അല്ലെങ്കിൽ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അജ്ഞതയുടെ മൂടുപടം എന്നുള്ളത്. അത് കാൾ മാർക്സ് അല്ല, ജെഎസ് മിൽ അല്ല, ജോൺ റൗൾസ് ആണ്. ജെഎസ് മില്ലിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജെഎസ് മില്ലിൻ്റെ എന്താണ്, ജെയിംസ് മില്ലിൻ്റെ തിയറി ഏതാ? ജെഎസ് മില്ല്, അദ്ദേഹത്തിൻ്റെ പുസ്തകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ പഠിച്ചിട്ടുള്ളതാണ്. ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ജെഎസ് മില്ല്, ജോൺ സ്റ്റോട്ട് മിൽസിൻ്റെ പുസ്തകം. കേൾക്കുന്നില്ല, ആരും പറയുന്നുണ്ടോ? സ്വാതന്ത്ര്യത്തിലേക്ക്, ഓൺ ലിബർട്ടി. ഓക്കെ, ഓൺ ലിബർട്ടി എന്നുള്ളത് ഇതിന് തൊട്ട് മുമ്പ് 2ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ജെഎസ് മില്ലിൻ്റെ തിയറികൾ 2ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഹാനി തത്വം, ഓക്കെ, ഹാം പ്രിൻസിപ്പിൾ എന്നുള്ള തിയറി ജെഎസ് മില്ലിൻ്റെ ആണ്, മറക്കരുത് കേട്ടോ. കാൾ മാർക്സിൻ്റെ വർഗസംഘടനയാണ്. ദെൻ അജ്ഞതയുടെ മൂടുപടം ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ ഏറ്റവും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്, ഇത് ഒഴിവാക്കരുത്, നീതിയുടെ 3 സങ്കല്പങ്ങളെക്കുറിച്ച്. ഇന്ന് സങ്കല്പങ്ങളായിട്ട് ചോദിക്കും, തത്വം എന്താണെന്ന് ചോദിക്കും, ദെൻ നീതിയുടെ 3 തലങ്ങൾ ഏതാണെന്ന് ചോദിക്കും. ഓക്കെ, ഏത് ചോദിച്ചാലും ഉത്തരം ഇതാണ്: തുല്യരോട് തുല്യ പരിഗണന, ആനുപാതിക നീതി, പ്രത്യേക ആവശ്യം അംഗീകരിക്കുക. അപ്പോൾ തുല്യരോട് തുല്യ പരിഗണന എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ജെർമി ബെന്താമാണ്. ആനുപാതിക നീതി എന്നുള്ളതിൻ്റെ ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് അരിസ്റ്റോട്ടിലാണ്. ഈ 2 ആൾക്കാരെയും കൂടി ഒന്ന് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ 4ാമത്തെ പാഠം. ദെൻ നാളെ രാവിലെ നമുക്ക് ഹിസ്റ്ററി കിട്ടും. ഓക്കെ, അവകാശങ്ങൾ എന്നുള്ള അടുത്തതിലുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹലോ, ആ